നമസ്കാരം. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ ഖോഡ പട്ടേൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഉറഞ്ഞു തുള്ളിയ താരങ്ങളും സാംസ്കാരിക നായകരും മാലദ്വീപ് സർക്കാർ ലക്ഷദ്വീപിനും ഇന്ത്യക്കുമെതിരെ അധിക്ഷേപങ്ങളുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇവർക്കെല്ലാം ചൈനയുടെ മാസപ്പടി കിട്ടുന്നില്ല എന്ന് ആർക്കറിയാം? എന്നിട്ട് കുറേ ചിത്രമുണ്ട്. പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, സണ്ണി വെയിൻ, സലിം കുമാർ, ഷെയ്ൻ നിഗം, ബാദുഷ, റീമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, അൻസിബ, ഷഹബാസ് അമൻ, ഷാൻ റഹ്മാൻ, സക്കറിയ, ഐഷ സുൽത്താന, ഷിയാസ്, അനീഷ് മേനോൻ, ഇങ്ങനെ കുറേ ആളുകളുടെ ചിത്രവും വെച്ചിട്ടാണ് സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്ന് പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ അതിനുശേഷം കുറച്ചുകൂടി രൂക്ഷമായി. പ്രത്യേകിച്ചും പൃഥ്വിരാജിനെതിരെ, സലിം കുമാറിനൊക്കെ എതിരെ വ്യാപകമായ സൈബർ ആക്രമണം തുടങ്ങിയിരുന്നു. അധിക്ഷേപിക്കുക, ചൈന പൈസ വാങ്ങിക്കുന്ന ആളാണെന്ന് പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപം തുടങ്ങിയിരുന്നു. BJPയുടെ ഒരു ബൗദ്ധിക നേതൃത്വത്തിലെ ഒരാളായ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയുടെ ചിത്രമൊക്കെ വെച്ചിട്ടാണ്. മോനെ രാജൂട്ട, ഇങ്ങ് വാ, നമ്മുടെ ലക്ഷദ്വീപിനെ ചില വിദേശികൾ ആക്ഷേപിച്ചു, നമുക്ക് ലക്ഷദ്വീപിനെ രക്ഷിക്കണ്ടേ, ഇപ്പോഴാണ് സമയം, എന്നിട്ട് മിണ്ടാതിരിക്കുക, ഇതെന്തൊരാട് ജീവിതമാണ് രാജൂട്ട എന്ന്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ആടുജീവിതം, അറിയാലോ. അപ്പോൾ യഥാർത്ഥത്തിൽ രാജുവിൻ്റെ ആടുജീവിതമാണ് എന്നുള്ളതാണ് ശ്രീജിത്ത് പണിക്കരും പറയുന്നത്. പിന്നെ അങ്ങോട്ട് തുടങ്ങി. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ പല പേരുകളിൽ, പൃഥ്വിരാജാണെങ്കിൽ ഇമാതിരി ആക്രമണങ്ങൾക്ക് എപ്പോഴും വിധേയനാകാൻ വിധിക്കപ്പെട്ട ഒരാളെ പോലെയാണ്. ചിലപ്പോൾ രാജപ്പൻ എന്ന് വിളിക്കും. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിനെതിരെ നിരന്തര ആക്രമണം. അദ്ദേഹത്തെ എനിക്കൊന്നും ആക്രമിക്കാത്ത ആരും ഉണ്ടാവില്ല. പല ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നേരിട്ട് വന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാലദ്വീപ് എന്ന രാജ്യവും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യവും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും സ്വാഭാവികമായ നിലപാടാണല്ലോ. അതിലുപരി പ്രത്യേകമായ ഒരാൾക്കൊരു നിലപാടിൻ്റെ ആവശ്യം പോലുമില്ല. കാരണം അത്രമാത്രം നമ്മൾ രാജ്യത്തെ പൗരനാണ്. അങ്ങനെ വന്ന ഒരു ഘട്ടത്തിലാണ് മുമ്പ് എടുത്ത, ജനങ്ങൾക്ക് വേണ്ടി എടുത്ത ഒരു നിലപാടിൻ്റെ പേരിൽ ചില താരങ്ങൾ അക്കമിട്ട് ആക്രമിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ചും അന്ന് നിലപാടെടുത്ത സമയത്ത് ഈ ആക്രമണം നടത്തുന്ന, അല്ലെങ്കിൽ സൈബറിലൂടെ വിമർശനം ഉന്നയിക്കുന്ന ഈ ആളുകളുടെയൊക്കെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ ലക്ഷദ്വീപിൽ പുതിയ പരിഷ്കരണം എന്ന പേരിൽ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ ഖോഡ പട്ടേലിനെ കേന്ദ്ര സർക്കാർ അവിടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന പരിഷ്കരണം, പ്രത്യേകിച്ചും ലക്ഷദ്വീപിൻ്റെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ സ്വഭാവം, അവരുടെ സംസ്കാരം, ഇതൊന്നും മനസ്സിലാക്കാതെ നടത്തിയ പരിഷ്കരണങ്ങൾ, ഒരു തരം കടന്നുകയറ്റത്തിൻ്റെ ഇടപെടലുകളൊക്കെ ഉണ്ടായ ഒരു കാലമാണ്. വലിയ വിമർശനങ്ങൾ രാജ്യത്താകെ ഉയർന്നിരുന്ന, രാജ്യത്താകെ ഇല്ല, അതുണ്ടാവില്ലല്ലോ, ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് പല രാമക്ഷേത്രം വരെയുള്ള ഘട്ടത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും. ആ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാൻ സാധ്യതയില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് ചില ആളുകൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അങ്ങനെ പ്രത്യേകമായി ആരെയും പേടിക്കാതിരിക്കുന്ന ആളുകളാണ് അവർ. അത് CPM എന്നോ BJP എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ പ്രതികരിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പൃഥ്വിരാജ് അനാർക്കലി പോലുള്ള ചിത്രം അവിടെ വലിയ തോതിൽ ശ്രദ്ധേയമായ, ലക്ഷദ്വീപിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ ഉപയോഗിച്ച ഒരു ചിത്രമാണ്. അങ്ങനെ ആത്മബന്ധമുള്ള ഒരു നാട് എന്നുള്ള നിലയിൽ അവർ പ്രതികരിച്ചിരുന്നു. എന്താണ് പ്രതികരിച്ചത്? അന്നത്തെ നടപടികൾ എന്തൊക്കെയായിരുന്നു? പരിഷ്കരണം എന്ന രീതിയിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ പോസ്റ്റിലൊക്കെ വരുന്നത് പോലെ ആ ലക്ഷദ്വീപിനെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനുള്ള പരിഷ്കരണമാണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ആഭ്യന്തരമായി നടക്കുന്ന പരിഷ്കരണങ്ങൾ അല്ല, അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ ഉണ്ടായ നാടാണ്. തുറന്നിട്ട വീടുകളുള്ള സ്ഥലമാണ്. പോലീസ് സ്റ്റേഷനുകളുടെ ആവശ്യം പോലും ഇല്ലാത്ത സ്ഥലമാണ്. കവർച്ചയോ കൊള്ളയോ പോലുള്ള ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത സ്ഥലമാണ്. ആ നാട്ടിനെയാണ് കേരളത്തിൽ തന്നെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വന്നിട്ട് കഞ്ചാവ് ആണ് കംപ്ലീറ്റ്, അത് വേറൊരു രാജ്യമാണോ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വന്നത്. പ്രഫുൽ ഖോഡ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അവിടെ നടപ്പാക്കിയ 2-3 പരിഷ്കരണം നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഒരുപാട് കാലം അകലെയൊന്നുമല്ലല്ലോ, ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഈ സുരേന്ദ്രൻ്റേത് മുതലുള്ള വിമർശനങ്ങളെ ഒന്നും കൂടി പരിശോധിക്കാം. ഇന്ത്യയിൽ തന്നെ കുറ്റകൃത്യ നിരക്ക് ഏറ്റവും കുറവാണ് ലക്ഷദ്വീപിൽ. ഈ സാഹചര്യത്തിലാണ് ലക്ഷദ്വീപ് പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ 2021 ആക്ടിൻ്റെ കരട് അഡ്മിനിസ്ട്രേറ്റർ പുറത്തിറക്കുന്നത്. ഇതുപ്രകാരം ഏതൊരാളെയും, ലക്ഷദ്വീപിലെ ഏതൊരു മനുഷ്യനെയും വിചാരണ കൂടാതെ ജയിലിലിടാം. വെറുതെ ഒരു ദേഷ്യം തോന്നിയ ഒരാളെ അങ്ങ് ജയിലിലിടാം. പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാ അവകാശം ഇല്ലാതെയാകും. മറ്റൊന്ന്, ലക്ഷദ്വീപ് മൃഗസംരക്ഷണ നിയമപ്രകാരം, പുതിയ ഓർഡർ പ്രകാരം കശാപ്പ് നിയന്ത്രണം വരും.
മാംസാഹാരം കഴിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അത്. അങ്ങനെ സ്വാഭാവികമായി ഇപ്പോൾ കേരളത്തിലെ പോലെ തന്നെ ഒരു സ്ഥലമായിരുന്നു അത് മാംസാഹാരം കഴിക്കുന്ന കാര്യത്തിൽ. എന്നാൽ അതിന് കശാപ്പ് നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ടുള്ള ചില പരിഷ്കരണം കൊണ്ടുവന്നു. ലക്ഷദ്വീപ് പഞ്ചായത്ത് റെഗുലേഷൻ 2021 ആക്ട് പ്രകാരം പഞ്ചായത്ത് ഏത് നിമിഷവും എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് പിരിച്ചുവിടാം. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. ജനാധിപത്യമാണല്ലോ. അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ നടക്കുന്നൊരു സ്ഥലത്ത് ലക്ഷദ്വീപിൽ അവിടുത്തെ പഞ്ചായത്തുകൾ അവർക്ക് തിരഞ്ഞെടുത്ത് അവരെ ഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന ഒരു നിയമപ്രകാരമുള്ള സംവിധാനമുണ്ട്. എന്നാൽ അത് ഏത് നിമിഷവും എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് പിരിച്ചുവിടാനുള്ള പുതിയ നിയന്ത്രണം. നികുതി ഈടാക്കുന്നതിനപ്പുറത്തേക്ക് പഞ്ചായത്തിന് അധികാരമില്ലാതാകും. ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി റെഗുലേഷൻ പ്രകാരം അതോറിറ്റിയുള്ള ഒരു സംവിധാനം നിലവിൽ വരും. അതോറിറ്റി ഡെവലപ്മെൻറ്റ് സോണായി പ്രഖ്യാപിക്കുന്ന ഇടങ്ങളിലെ കെട്ടിടങ്ങളുടെ മോടി കൂട്ടൽ പൗരൻ്റെ ഉത്തരവാദിത്വവും ചിലവുമാകും. മാത്രമല്ല, അവിടെ വീടുകൾക്ക് പുതിയതായി ഒന്നും നിർമ്മാണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു. മറ്റു ചില ആലോചനകൾ നടക്കുന്നത് ലക്ഷദ്വീപിലേക്ക് പുറത്തു നിന്ന് ഒരാൾക്ക് പോയി സ്ഥലം വാങ്ങാനോ ഒന്നും പറ്റുന്ന തരത്തിലുള്ള നിയമമല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിനുപോലും സ്വകാര്യ കമ്പനികൾക്കൊക്കെ പോയി സ്ഥലം വാങ്ങിക്കാനുള്ളത് അടക്കമുള്ള ആലോചനകൾ നടക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഈ സമയത്താണ് ഇങ്ങനെയുള്ള അവരുടെ ഭക്ഷണത്തിലും വീട്ടിലും അടുക്കളയിലും ഒക്കെ കടന്നു കയറുന്ന ഭരണകൂട പരിഷ്കാരങ്ങളുടെ സാഹചര്യത്തിലാണ് അതിനെതിരെ പ്രതിഷേധവുമായി ലക്ഷദ്വീപിൻ്റെ തനത് സംസ്കാരത്തിന് ഒപ്പം നിന്നുകൊണ്ടുള്ള പ്രതിഷേധം പല ആളുകളും പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായാണ് പൃഥ്വിരാജും അന്ന് ഈ കാര്യത്തിൽ തൻ്റെ വികാരം പ്രകടിപ്പിച്ചത്. അന്ന് പൃഥ്വിരാജ് ഇംഗ്ലീഷിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെയായിരുന്നു: നിയമങ്ങളും പരിഷ്കരണങ്ങളും ഒരു പ്രദേശത്തിന് വേണ്ടി മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. രാഷ്ട്രീയമോ ഭൂമിശാസ്ത്രമോ ആയ അതിർത്തികളല്ല ഒരു രാജ്യത്തെയോ സംസ്ഥാനത്തെയോ കേന്ദ്രഭരണ പ്രദേശത്തെയോ ഉണ്ടാക്കുന്നത്. അത് അവിടെ ജീവിക്കുന്ന ജനങ്ങളാണ്. സമാധാനപരമായി നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ജീവിത രീതിയെ തടസ്സപ്പെടുത്തുന്നത് എങ്ങനെ പുരോഗമനത്തിൻ്റെ സ്വീകാര്യമായ മാർഗമായി മാറും? പ്രത്യാഘാതങ്ങളെ പരിഗണിക്കാതെ അതിലോലമായ ദ്വീപിൻ്റെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നത് എങ്ങനെ സുസ്ഥിര വികസനത്തിന് വഴിയൊരുക്കും? എനിക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വിശ്വാസമുണ്ട്. അതിലേറെ വിശ്വാസം ജനങ്ങളിലുമുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ഭരണാധികാരി എടുക്കുന്ന തീരുമാനത്തിൽ ഒരു സമൂഹം മുഴുവൻ അസംതൃപ്തരാകുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നിയമനത്തിൽ ജനങ്ങൾക്കൊരു ശബ്ദവുമില്ലാതിരിക്കുമ്പോൾ, അവരത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അതുകൊണ്ട് ലക്ഷദ്വീപ് ജനതയുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. അവർക്കാണ് അവരുടെ ഭൂമിക്ക് എന്താണ് വേണ്ടത് എന്നറിയുക. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് അത്. അതിലും മനോഹരമായ ജനതയാണ് അവിടത്തേത്. ഇങ്ങനെയാണ് പൃഥ്വിരാജ് ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. പുരോഗമനാത്മകം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന നിയമം ഒരു ജനതയെ എന്തുമാത്രം ദ്രോഹിക്കുന്ന തരത്തിലുള്ളതാകുന്നു എന്നാണ് പൃഥ്വിരാജിൻ്റെയും വികാരം. ഇതിനെയാണ് പുരോഗമനാത്മകം എന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ ഇപ്പോൾ അടിക്കാനുള്ള വടിയായിട്ട് തിരഞ്ഞെടുത്തത്. ഇപ്പം എന്താ നടക്കുന്നത്? ഇപ്പം ഉണ്ണി മുകുന്ദൻ പോസ്റ്റുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്താ ഉണ്ണി മുകുന്ദൻ ആഡഡ് ടു മൈ ബക്കറ്റ് ലിസ്റ്റ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ മൂപ്പരുടെ ബക്കറ്റ് ലിസ്റ്റിലെ ലക്ഷദ്വീപ് സഞ്ചരിക്കാനുള്ള പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. നരേന്ദ്രമോദി അവിടെ പോയതിന് ശേഷം നമ്മുടെ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യത്തെ പൗരർ ഈ രാജ്യത്തെയാണ് സ്നേഹിക്കുന്നത്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ ഒരുപോലെ സ്നേഹിക്കും. അത് ഏത് കാലത്തും ഏത് നാട്ടിൽ ജീവിക്കുമ്പോഴും ഏത് തരത്തിലുള്ള ജോലി ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യും. എന്നാൽ ചില ആളുകൾ, ചില ഭരണാധികാരികൾ വരുമ്പോൾ, ചില പാർട്ടിക്കാർ ഭരണത്തിൽ വരുമ്പോൾ മാത്രം രാജ്യത്തെ സ്നേഹിക്കും. ഉണ്ണി മുകുന്ദൻ ഇപ്പോഴാണ് ലക്ഷദ്വീപിനെ അയാളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. പൃഥ്വിരാജിനെ ഒക്കെ മാന്താനുള്ളൊരു പരിപാടിയായിട്ടാണ്, ഒരു അവസരമായിട്ടായിരിക്കും കരുതുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും കൂറ് തെളിയിക്കാനുള്ള തൻ്റെ അവസരമായിട്ടായിരിക്കും ഇതിനെ കരുതുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൃഥ്വിരാജ് ഇപ്പോഴല്ല ബക്കറ്റ് ലിസ്റ്റിൽ ലക്ഷദ്വീപിനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉണ്ണി മുകുന്ദ നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഉണ്ണി മുകുന്ദനൊക്കെ എടുക്കുന്ന നിലപാടെന്തായിരുന്നു? അന്ന് എന്ത് നിലപാടാണ് ആ സംസ്ഥാനത്തിന്, അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി എടുത്തത്? ഇന്നിപ്പോൾ മോദി അവിടെ പോയതിന് ശേഷമാണ് ഉണ്ണി മുകുന്ദൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇങ്ങനെ ഒരു ലക്ഷദ്വീപിൻ്റെ കാര്യം വരുന്നത്. അതിനുശേഷം മാലദ്വീപുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരുമയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാട് രാജ്യത്തിൻ്റെ നേതൃത്വം എടുക്കുന്നുണ്ട്. പക്ഷേ ലക്ഷദ്വീപിനെ നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന് ശേഷം മാത്രമാണ്. അതിന് മുമ്പൊന്നും ലക്ഷദ്വീപില്ല. കാരണം അത് ലക്ഷദ്വീപ് വളരെ മോശമുള്ള സ്ഥലമാണല്ലോ. അവിടെ മുഴുവൻ നോൺ വെജ് കഴിക്കുന്നു. അവിടുത്തെ ആളുകളൊക്കെ എന്താണെന്ന്, അവർ സംസ്കാരമില്ലാത്ത ആളുകൾ. അവരെ പരിഷ്കരിക്കാൻ നമ്മളെ പ്രഫുൽ ഖോഡ പട്ടേൽ പോയാലേ ശരിയാവുള്ളൂ. എന്നിട്ട് അവിടെ കശാപ്പ് നിയന്ത്രണ നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ അവരിനി നമ്മുടെ വരേണ്യ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളാവുന്നു. സ്കൂളുകൾക്ക് നിയന്ത്രണം വരുന്നു. കേരളത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന്, കേരളത്തിലെ സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾ അതൊക്കെ വെട്ടിയങ്ങ് മാറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണം വന്നതിന് ശേഷം ഞാൻ ലക്ഷദ്വീപിൽ
ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ യോഗ്യനായി എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ കാലത്തും ലക്ഷദ്വീപിനെ സ്നേഹിക്കുകയും അവിടെ ഒരു സിനിമ തന്നെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണല്ലോ നമ്മൾ പൃഥ്വിരാജ്. ആ പൃഥ്വിരാജിനെ ഇന്ന് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആക്രമിക്കുമ്പോഴാണ് അന്ന് നിങ്ങൾ എന്താ നിലപാടെടുത്ത് എന്നുള്ള ചോദ്യം വരുന്നത്. പൃഥ്വിരാജിനെ പോലുള്ളവർക്ക് ഇന്ന് വ്യത്യസ്ത നിലപാടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ രാവിലെ എണീച്ച് പൃഥ്വിരാജ് അതിനെക്കുറിച്ച് നിലപാട് പറയണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവർക്ക് നിലപാടുണ്ടാവും, രാജ്യത്തിനൊപ്പം നിൽക്കുന്ന നിലപാടുണ്ടാവും. നമ്മുടെ നാട്ടിലെ പ്രമുഖരായ ആളുകളൊക്കെ കൂടെ നിന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ പരസ്യമായിട്ട് ആ സെക്കൻഡിൽ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ. മാലദ്വീപിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ ആളുകളുണ്ടല്ലോ. നമ്മുടെ ഈ സാഹചര്യത്തിലാണ് പൃഥ്വിരാജിനെ പോലുള്ള ആൾ ചൈന ചാരന്മാരാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ന ചൈനാചാരനല്ലോ, മൂപ്പര് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മൂപ്പര് ഇന്നലെ വരെ അപ്പോൾ ചൈനാചാരനായിരുന്നോ? അതായത് അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇന്നലെ വരെ ലക്ഷദ്വീപ് ഉണ്ടായിരുന്നില്ല, ഇന്നാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം അവരൊക്കെ ചൈനാചാരനാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എന്തായാലും ഇന്ന് മുതൽ പോസ്റ്റ് ഇടുന്നത് മുതലല്ലല്ലോ, അതുകൊണ്ട് സമാധാനം. എന്തായാലും ഇവരൊക്കെ മുമ്പേ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ചൈനാചാരൻ എന്ന് പറഞ്ഞാലും ചൈനാചാരനാവില്ല. അതുകൊണ്ട് ചൈനയുടെ ചാരന്മാർ ആരൊക്കെയാണ്, എന്താണ് ചൈനക്കാർക്ക് വാതിൽ തുറന്നിടുന്ന ഏരിയ ഏതാണെന്നൊക്കെ നമുക്ക് നാട്ടുകാർക്ക് അറിയാലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വെറുപ്പിൻ്റെ പ്രചാരണത്തിലേക്ക് ആരും പോകുന്നത് അത്ര നല്ലതല്ല. പ്രത്യേക സമയത്ത് മാത്രം നമുക്കതിനെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ നാടിനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളുകളെ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ എന്നും ചോദിച്ച് ഞങ്ങളിതാ ഇപ്പോഴാണ് സ്നേഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ചൈനാചാരത്വത്തിൻ്റേതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പൃഥ്വിരാജിനെ എന്നല്ല, ലക്ഷദ്വീപിനൊപ്പം നിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ അവഗണിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്ന ജനതയ്ക്കൊപ്പം നിൽക്കുന്ന ആരും രാജ്യദ്രോഹികളല്ല, അവർ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ് എന്ന് പ്രത്യേകമായി തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ പേരിലും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.